ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോയാണ്. ഇൻഫിനിറ്റി ക്യൂബാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതും പേപ്പറിലാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് തുടങ്ങാം. ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു A4 ഷീറ്റ് പേപ്പറാണ്. നമുക്ക് കളർ പേപ്പർ ആയാലും ഉപയോഗിക്കാം, പക്ഷേ A4 സൈസ് അയക്കണം. പിന്നെ നമുക്കപ്പോൾ ഇത് ഈ ഒരു അളവിൽ വെച്ച് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കാം. കറക്റ്റായിട്ട് നമ്മൾ ഈ ജോയിൻ്റ് കറക്റ്റാക്കി വെച്ച് നമ്മുടെ ഈ സ്കെയിൽ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പേപ്പർ ഈ ഭാഗത്തായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡ് നമുക്കെടുത്ത് ഈ ഒരു അവസാനത്തെ ജോയിൻറ്റിൽ വെച്ച് നമുക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് അടുത്തതും നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതാ, നമുക്ക് ഇങ്ങനൊരു പേപ്പർ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ സിസർ വെച്ച് ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ, നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇതേമാതിരി നമ്മൾ ഇതും മടക്കി ഇതേമാതിരി നമ്മൾ ഇതാ ഈ ഒരു തെറ്റിപ്പോയതാണ് കേട്ടോ. ഇതേമാതിരി നമ്മൾ മടക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇതേമാതിരി സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യണം. നമ്മുടെ ഈ നീളമുള്ള കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് സ്ട്രെയിറ്റ് ആക്കി നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇത് തുറന്ന് നമ്മുടെ സിസർ ഉപയോഗിച്ച് ഈ ഒരു ഭാഗം അങ്ങ് കീറുക. അപ്പോൾ നമുക്കിതാ ഇവിടെ പീസുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എട്ട് പീസുകളായിട്ടാണ് കേട്ടോ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഇതൊന്നും മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിനകത്തിരിക്കുന്ന ഒരു പേപ്പർ നമ്മൾ എടുക്കുക. എന്നിട്ട് ഈ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുക. നമ്മുടെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതിൽ നമുക്ക് ചെയ്യേണ്ടത്, ഇവിടെ ഒരു അളവുണ്ട്. ആ അളവിനായിട്ട് നമുക്ക് സ്കെയിൽ ഉപയോഗിക്കണം. നമ്മൾ സ്കെയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ 0 സെൻറ്റിമീറ്റർ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് നമ്മൾ 1 സെൻറ്റിമീറ്റർ നമുക്ക് ഇവിടെ വെച്ച് 1 സെൻറ്റിമീറ്റർ നമുക്ക് മാർക്ക് ചെയ്യാം. കാണുന്നില്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നമ്മളിങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ലൈന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം.
ഇത് നമ്മൾ ഇവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പേപ്പർ ഇതാ നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ പേപ്പർ നമ്മൾ ഇങ്ങനെ വെക്കുക. ഈസി ആയിട്ട് നമുക്കിത് എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ ഇങ്ങനെ മടക്കിയെടുക്കാൻ ഭയങ്കര പ്രയാസമാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം എടുത്ത് നമ്മുടെ ഈ സ്കെയിൽ ഉണ്ടല്ലോ ഇവിടെ ആയിട്ട് വെച്ച് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മളിതാ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്കി ഇങ്ങനെ വരുമ്പോൾ ബാക്കി നമ്മളുടെ സ്ട്രിപ്സ് ഇങ്ങനെ വരാനുണ്ട്, പേപ്പറിൻ്റെ സ്ട്രിപ്സ്. ഇത് നമ്മൾ കളയത്തില്ല, ഇത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം ഇങ്ങനെ എടുത്തുക. ഈ ഒരു ഭാഗമുണ്ടല്ലോ നമ്മുടെ ഈ ഒരു സൈഡ്, നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് കറക്റ്റ് മറ്റേ സൈഡിൻ്റെ അളവിലായിട്ട് മടക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതും കൂടി അങ്ങ് മടക്കി കൊടുക്കാം. ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കുക. നമ്മൾ മടക്കി ഇനി നമ്മൾ ഈ ഒരു തുറക്കുക. എന്താ നമ്മുടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഒന്ന് മടക്കി ഇടുക. നമ്മളിങ്ങനെ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബോക്സ് ഇങ്ങോട്ട് നമ്മൾക്ക് വരച്ച് വെക്കാം. ഇങ്ങനെ വെച്ച് ഇനി നമുക്ക് അങ്ങോട്ട് ഒരു പ്രാവശ്യം കൂടി അങ്ങ് മടക്കി കൊടുക്കാം. ഇതാ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറക്കാം. നമ്മൾ ഇനി നമുക്ക് നോക്കാം ഇത് ബോക്സ് ആയിട്ട് വരുന്നുണ്ടോ. നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ജോയിൻറ്റ് നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതാ നമ്മുടെ ഒരു ബോക്സ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമ്മുടെ ഈ ഇങ്ങനെ ഉണ്ട്. ഈ ഒരു ഭാഗം നമുക്കെടുത്ത് അടുത്ത ഭാഗത്തിലോട്ട് നമ്മൾ വെച്ച് മടക്കുക. ഇതാ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിതാ കാണാൻ പറ്റും. ഇത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാ ഇത് കണ്ടോ, ഇപ്പോൾ ഒരു ക്യൂബായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ചെയ്യേണ്ട ഒരു പരിപാടി, നമുക്ക് ഫെവിക്കോൾ അതായത് ഗ്ലൂ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു മാർജിൻ മാരിയ ഇതുണ്ടല്ലോ അതിൻ്റെ മേളിലോട്ട് നമുക്ക് ഈ ഗ്ലൂ അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ ഗ്ലൂ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സൈഡ് എടുത്ത് ഇതിലോട്ട് നമുക്ക് ഒട്ടിക്കാം. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു ക്യൂബൊന്നും ആയിട്ടില്ല കേട്ടോ. ക്യൂബൊന്നും ആയിട്ടില്ല. ഇതായിരിക്കും ഇങ്ങനെ വരിക. നമുക്ക്
ഈ സൈഡിലായിട്ട് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ ഇതിനകത്ത് 4 ഇതുണ്ട്, പക്ഷെ നമുക്ക് ഒരു 3 മതി. അതുകൊണ്ടായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പം ഇനി നമ്മൾ ഇത് ഉപയോഗിക്കത്തില്ല, നമ്മൾ ഇതായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ പെൻസിലെടുത്ത് ഇവിടെ ആയിട്ട് അപ്പുറത്തും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മൾ ഇവിടെ വരച്ചു. ഇനി നമുക്ക് നമ്മുടെ സീസർ എടുത്ത് ഇവിടെ കറക്റ്റായിട്ട് വെച്ച് നമ്മുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു സൈഡ് കാണുന്നുണ്ട്. നമ്മൾ ഇനി കട്ട് ചെയ്തു. നമ്മൾ നമ്മൾ ഈ 2 കൈയിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു സൈഡ് നമുക്ക് വരച്ചു കൊടുക്കാം. മരയ്ക്കല്ല, മടക്കുക. ഈ ഒരു ഭാഗമുണ്ടല്ലോ, നമുക്ക് ഈ ഒരു ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാം. മറ്റേ നമ്മൾ നേരത്തെ മുന്നേ കട്ട് ചെയ്തത് മാറി നമുക്ക് ഇവിടെയും അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയ ഫ്രണ്ട്സ്, നമ്മുടെ ഇപ്പം ഇത് കണ്ട നമ്മുടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ മടക്കി ഒരു ഗ്ലൂ ചെയ്യുമ്പോൾ നമുക്കിത് ഒരു ക്യൂബായിട്ട് കിട്ടും. അത് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഗ്ലൂ എടുത്ത് ഇവിടോട്ട് ഒന്ന് വെച്ച് നമ്മുടെ ഇതിനിടയ്ക്ക് കുറച്ച് ഗ്ലൂ ആഡ് ചെയ്യും. കുറച്ച് ഇട്ടോ. നമ്മുടെ ഈ ഒരു ഭാഗം അങ്ങ് താഴ്ത്തി കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്ത് മേളിലും നന്നായിട്ട് ഒട്ടണം കേട്ടോ. ഇവിടെ ഒട്ടിക്കാൻ കുറച്ച് പാടാണ്, നന്നായിട്ട് സൂക്ഷിച്ച് ഒട്ടിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെയും കുറച്ച് ഗ്ലൂ ആഡ് ചെയ്യുക. ഒരു തുള്ളിയാണെങ്കിലും ഒരു തുള്ളി മതി. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്ത് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നില്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ഒരു ബോക്സ് കാണില്ല, ബോക്സ് പോലെ ഇരിക്കുകയല്ലേ. അപ്പം നമുക്ക് ഇവിടെയും കൂടി നമുക്ക് ഇവിടെ ഒട്ടിച്ചത് മാതിരി ഒട്ടിക്കുക. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മൾ ഒരു ക്യൂബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
നമ്മൾ മുമ്പേ ഒരു പ്രാവശ്യം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിയപ്പോൾ ഞങ്ങൾ സബ്സ്ക്രൈബഡ് നോട്ട് സബ്സ്ക്രൈബറുടെ ഒരു ശതമാനം നോക്കിയപ്പോൾ നോട്ട് സബ്സ്ക്രൈബഡ് 72.1%, സബ്സ്ക്രൈബർ 27.9% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബാക്കി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്നിട്ട് എൻ്റെ ഈ ക്രാഫ്റ്റ് വീഡിയോസ് ഒന്ന് നിങ്ങളുടെ ഈ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഇതേമാതിരി കുറച്ച് ക്യൂബുകൾ ഈ ഒരു പേപ്പറിൽ ചെയ്തെടുക്കണം. അത് ഞാൻ ചെയ്തിട്ട് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, ഇവിടെ 8 ക്യൂബുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടോടാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശബ്ദങ്ങൾ ഇതാവുന്നുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണം. അപ്പോൾ നമുക്കിവിടെ 8 ക്യൂബ്സ് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് ഈ സമയത്താണ് നമുക്ക് പേപ്പറിൻ്റെ നമ്മൾ മുറിച്ച് വെച്ച സ്ട്രിപ്സ് ഉപയോഗിക്കേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ക്യൂബുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു സ്ട്രിപ്പ് ഇതിൽ നിന്ന് എടുക്കുക. പിന്നെ ഈ സ്ട്രിപ്പ് എടുക്കുന്നതിന് മുമ്പായി നമ്മുടെ ഈ ക്യൂബിൻ്റെ ഈ അറ്റത്തായിട്ട് നമുക്ക് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യണം. നമ്മൾ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. കാണുന്നില്ല, ഇല്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ അടുപ്പിച്ച് വെച്ച് നമ്മുടെ ഗ്ലൂ ഉപയോഗിച്ച് ഇതിൻ്റെ ഈ ഇടയ്ക്കായിട്ടല്ലല്ലോ നമ്മൾ ഒട്ടിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഭാഗവും കൂടി ഒന്ന് ഒട്ടിക്കുക. ഗ്ലൂ തേക്കുക. പിന്നെ നമ്മുടെ ഈ സ്ട്രിപ്പ് എടുത്ത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കായിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ടൈം എടുക്കും കേട്ടോ, അതൊന്ന് ഒട്ടിപ്പിടിക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കത്രിക വെച്ച് ഇതിൻ്റെ ഇതേമാതിരി അങ്ങ് മുറിച്ച് കൊടുക്കാം. പിന്നെ ഈ സൈഡും നമുക്ക് മുറിച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഒട്ടിച്ചെന്ന് അറിയാൻ പാടില്ലാത്തത് മാതിരി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പേപ്പർ ഉണ്ടാവും ഇങ്ങനെ. ഇതാണ് നമ്മുടെ ഫോൾഡബിൾ. ഇവിടെ ആയിട്ടാണ് പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ താഴത്തേതും കൂടി നമുക്ക് ഒട്ടിക്കാം. അതിന് മുൻപായി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പെൻസിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിലിരിക്കുന്ന ഒരു സ്ട്രിപ്പ് എടുത്ത് ഇവിടെ ഒട്ടിക്കണം. നമ്മൾ മുമ്പ് ഇതുവഴി ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തത്. അപ്പം നമുക്ക് അടുത്ത പേപ്പർ ഈ ഒരു സൈഡിൽ നിന്നായിരിക്കണം. അതിന് ഗ്ലൂ എടുക്കുക, എന്നിട്ട് പിന്നെ ഇതിൽ തേക്കുക. ഒന്ന് തേക്കുക, നന്നായിട്ടൊന്ന് തേച്ച് പിടിക്കുക. കുറച്ച് ഗ്ലൂ എടുത്താൽ മതി. നമ്മൾ ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ട്രിപ്പ് എടുത്ത് മുമ്പ് ആ സൈഡിൽ നിന്നല്ല, അപ്പോൾ ഈ സൈഡിൽ നിന്നായിരിക്കണം നമുക്ക് ഇത് ഒട്ടിക്കേണ്ടത്. സൂക്ഷിച്ച് നല്ല ജെൻറ്റിലായിട്ട് തന്നെ ഒട്ടിക്കാം. നമ്മൾ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം നമുക്ക് വെക്കാം. നമ്മളിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അങ്ങ് മുറിച്ച് കളഞ്ഞിരിക്കുന്ന
നമ്മുടെ സൈഡിലും ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് മുറിച്ച് കളയാം. ഇത് നമ്മൾ ഒട്ടിച്ചതാണെന്ന് അറിയാത്ത മാതിരി ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മുറിച്ച് കളയാം. ഇവിടെ ഒരു ചെറുതായിട്ടൊരു മാർക്ക്. ഇവിടെയും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ജസ്റ്റ് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത്രയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഗ്ലൂ ചെയ്യണം. ഓക്കെ, നമ്മളിതാ ഇവിടെ ഗ്ലൂ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലിരിക്കുന്ന ഒരു പേപ്പറിൻ്റെ സ്ട്രിപ്സ് എടുത്തിട്ട് നമുക്ക് ഇവിടോട്ടങ്ങ് ഒട്ടിക്കാം. ഇതും കൂടി ജസ്റ്റ് ഒന്ന് മുമ്പത്തെ പോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. നമ്മൾ ഒട്ടിച്ച് അതിനി ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്യാം. ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇപ്പോഴായിട്ട് നമുക്ക് ഒരിതും കൊടുക്കാം. ഇവിടെ ക്യൂബ് നന്നായിട്ട് വരുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റായിട്ട് ഈ ഒരു ക്യൂബും കൂടിയുണ്ട്. ഇത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇതിന് മുമ്പായി ഇവിടെ ആയിട്ടാണ് കേട്ടോ ഈ പെൻസിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്ലൂ എടുത്തിട്ട് മരിയോ ഒട്ടിച്ചിട്ട് ഗ്ലൂ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന ഒരു സ്ട്രിപ്പും കൂടി എടുക്കാം. നമ്മുടെ ഈ ഒരു ക്യൂബിൻ്റെ മണ്ണിട്ട് ഒട്ടിക്കുക. അപ്പം ഇതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണങ്ങട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴയതുപോലെ ഇവിടെ ഇങ്ങനെ സൈഡിലുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ക്യൂബ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ക്യൂബിൻ്റെ ഒരു ബിൽഡിങ് മാതിരി നമുക്കിതങ്ങ് അടുപ്പിച്ച് വെക്കാം. എന്നിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് ക്യൂബ് ഇടണം. ഇവിടെ ഇനി പെൻസിൽ വരയ്ക്കത്തില്ല, ഇവിടെ ആയിട്ടാണ് ഇരിക്കണം. എനിക്ക് നമുക്ക് ക്യൂബ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ നമുക്കത് ചെയ്യാം. അതിനായി നമുക്ക് ഈ 2 ബ്ലോക്കിലേ ഇവിടെയുള്ളൂ. അതിനായി നമുക്ക് ഗ്ലൂ എടുക്കാം. ഇടയ്ക്ക് ഒന്നും ഒട്ടിക്കത്തില്ല കേട്ടോ. ഇടയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കളയുക. ഇടയ്ക്ക് പോയാൽ അത് മൂവ് ആവത്തില്ല. അപ്പം നമുക്ക് ഇടച്ച് ഒട്ടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കറക്റ്റ് ആ ഗ്ലൂവിൻ്റെ 2 ബ്ലോക്കിലായിട്ട് അങ്ങ് നമുക്ക് ഒട്ടിക്കാം. നമ്മുടെ ഈ 2 ബ്ലോക്കിലായിട്ട് നമുക്കിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ആയിട്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങട്ടെ. ഇവിടെ ഉണങ്ങിയിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ സിസർ എടുക്കുക. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ക്യൂബ് മറിക്കാം. എന്നിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സ്ട്രിപ്പ് ഒട്ടിക്കണം. അതിനായി നമ്മൾ ഗ്ലൂ ഉപയോഗിക്കണം. ഗ്ലൂ ഉപയോഗിക്കുക.
എന്നിട്ട് നമ്മുടെ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് ജസ്റ്റ് സ്പ്രെഡും ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഭാഗ പോർഷനിലായിട്ട് നമുക്ക് ഒട്ടിക്കണം. നമ്മളിവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലും നമുക്ക് ഒട്ടിക്കണം. അതിനായി ഗ്ലൂ തേക്കുക. നമ്മൾ ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് ഇവിടെയും നമുക്കങ്ങ് ഒട്ടിച്ച് കൊടുക്കാം. സൂക്ഷിച്ച് വേണം. ഓക്കെ, അതിനി ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഉണങ്ങട്ടെ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗവും കൂടി നമുക്ക് കട്ട് ചെയ്യണം. നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ക്യൂബ് നേരെ ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ ആട്ടോ ഒട്ടിച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു 2 പോർഷനിൽ അതിനെ നമ്മൾ ഗ്ലൂ എടുക്കുക. ഇതും കൂടി നമുക്കൊന്ന് ഗ്ലൂ തേക്കാം. ഒന്ന് ജസ്റ്റ് ഇതൊന്ന് അടുപ്പിച്ച് വെച്ച് നമ്മുടെ ലാസ്റ്റ് സ്ട്രിപ്പ്, പേപ്പറിൻ്റെ ലാസ്റ്റ് സ്ട്രിപ്പ് എടുത്തു ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് ഒട്ടിക്കാം. ഇതും ജസ്റ്റ് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഉണങ്ങട്ടെ. അപ്പോൾ അതായത് ഇവിടെ ഇത് ഉണങ്ങി കാണും. നമുക്ക് ഈ ഒരു ഭാഗം ഇനി ഇങ്ങനെ മറിച്ച് നമ്മൾ ഈ സ്ട്രിപ്പ് പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതായി നമ്മുടെ ഫൈനലി നമ്മുടെ ഈ ഒരു ഇൻഫിനിറ്റി ക്യൂബ് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇൻഫിനിറ്റി ക്യൂബ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ ഫുൾ വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ക്യൂബ് അത്രയ്ക്കും വന്നില്ല കേട്ടോ, സത്യസന്ധമായിട്ട് പറയണമല്ലോ. വെള്ള പേപ്പറാണ്ട് ഇതിന് പശയുടെ ഈ കറകളും ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റി. അതുകൊണ്ട് ക്ഷമിക്കാം. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പരമാവധി കളർ പേപ്പർ ഉപയോഗിക്കാൻ ശ്രമിക്കണം. പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാൻ നല്ലൊരു സാധനമാണ്. പിന്നെ ഇത് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് സമയം പോകാൻ വേണ്ടിയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ ചെയ്ത ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അവിടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.